Good morning. നിങ്ങൾക്ക് മീലു മിസ്സായിരുന്നോ ഈ അവറ്? ആണോ? മിസ് ഇന്ന് ലീവ് ആയതുകൊണ്ട് ഞാൻ കയറിയതാണ് കേട്ടോ. ഓക്കെ, കുഴപ്പമില്ലല്ലോ അല്ലേ? ഓക്കെ, നമ്മള് ഇന്നലെ എവിടെ വരെ നമ്മൾ പറഞ്ഞു നിർത്തിയില്ല? ഇല്ല. ഇപ്പൊ നമ്മള് പേജ് നമ്പർ 54 ഷെയർ ചെയ്തു കേട്ടോ. നമ്മള് നോസോകോമിയൽ ഇൻഫെക്ഷൻ, ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ, നോസോകോമിയൽ ഇൻഫെക്ഷൻ, ഹോസ്പിറ്റൽ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ, ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ എന്നൊക്കെ അറിയപ്പെടുന്നു. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ മറ്റു പേരുകൾ അല്ലെ ഏതൊക്കെയായിരുന്നു? ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ, നോസോകോമിയൽ ഇൻഫെക്ഷൻ, ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ. ഇനി നോസോകോമിയൽ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്ന പല രീതികളാണ് നമ്മൾ ഇന്നലെ നോക്കിയത്. മോഡ്സ് ഓഫ് ട്രാൻസ്മിഷൻ ചെയ്യുന്ന ഇൻഫെക്ഷൻ മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന പല രീതികൾ ഏതൊക്കെയാണ്? ഏറ്റവും കോമൺ ആയിട്ടുള്ളതാണ് കോണ്ടാക്ട് അല്ലെങ്കിൽ ഹാൻഡ് ബോൺ ട്രാൻസ്മിഷൻ. കോണ്ടാക്റ്റിലൂടെ അല്ലെങ്കിൽ കൈകൊണ്ടാണ് ട്രാൻസ്മിഷൻ മൈക്രോബ്സ് കൂടുതലായിട്ട് സ്പ്രെഡ് ചെയ്യുന്നത്. ആ കോണ്ടാക്ട് ട്രാൻസ്മിഷനെ നമ്മൾ രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്തു. ഏതാ? ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷനും ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ. ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷനിൽ എങ്ങനെയായിരുന്നു മൈക്രോ ഓർഗാനിസംസ് ഷിഫ്റ്റ് ചെയ്യുന്നത്? ഡയറക്റ്റ് സർഫസ് ടു ബോഡി സർഫസ് കോണ്ടാക്ട്. എങ്ങനെയായിരുന്നു? ഡയറക്റ്റ് സർഫസ് ടു ഇല്ല. നമ്മളിപ്പോ എവിടെ പറഞ്ഞു നിർത്തിയത്? മോസ്റ്റ് കോമൺ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഏതാണ്? കോണ്ടാക്ട് അല്ലെങ്കിൽ ഹാൻഡ് ബോൺ. അതിന് നമ്മൾ വീണ്ടും രണ്ടായിട്ട് തിരിച്ചു. ഏതാണ്? ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ ആൻഡ് ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ. ഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷൻ എങ്ങനെയാ? ഡയറക്റ്റ് സർഫസ് ടു ബോഡി സർഫസ് കോണ്ടാക്ട്. എങ്ങനെയായിരുന്നു? ഡയറക്റ്റ് സർഫസ് ടു ബോഡി സർഫസ് കോണ്ടാക്ട് ആണ്. ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ട്രാൻസ്മിഷനിൽ എങ്ങനെയാ? ഒരു ഇന്റർമീഡിയറ്റ് ഒബ്ജക്റ്റ്. ഓക്കെ, ഈ ഇന്റർമീഡിയറ്റ് ഒബ്ജക്ട്സ് വഴി കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള നീഡില്, അതുപോലെ തന്നെ ഈ ചേഞ്ച് ചെയ്യാത്ത ഗ്ലൗസുകൾ ഉപയോഗിക്കുന്ന വഴി, ഡ്രസ്സിങ്സ്, ഇൻസ്ട്രുമെന്റ്സ്, ഇതൊക്കെ വഴി എന്തെങ്കിലും ഒബ്ജക്ട്സ് വഴിയാണ് അവിടെ മൈക്രോബ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇനി അടുത്തതാണ് രണ്ടാമത്തെ ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ ആണ്. എങ്ങനെയാ? ഡ്രോപ്സിൽ കൂടെ നമ്മൾ ചുമക്കോ തുമ്മുമ്പോഴും സംസാരിക്കുമ്പോ ഒക്കെ ചെയ്യുമ്പോൾ മൈക്രോബ്സ് നമ്മുടെ തുള്ളികള് വായുവിലേക്ക് പുഷ് ചെയ്യുകയും അത് പേഷ്യന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ട്രാൻസ്മിഷൻ വരുന്നു. നെക്സ്റ്റ് ആണ് എയർബോൺ. എയർബോൺ എന്ന് പറഞ്ഞാൽ എയറിൽ കൂടെ, വായു കൂടെയാണ് ട്രാൻസ്മിഷൻ നടക്കുന്നത്. കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷനിൽ നമ്മൾ പറഞ്ഞ ഏതാണ്? കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ്, വാട്ടർ, മെഡിക്കേഷൻ, ഡിവൈസസ് ആൻഡ്
ഡ്രോപ്ലെറ്റ്സ്. ഇതുവഴിയാണ് ട്രാൻസ്മിഷൻ നടക്കുന്നത്. അവിടെ ചോദിക്കാട്ടോ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ? ഏതൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത് എന്ന് ചോദിക്കാം. പിന്നെ നോൺ ലിവിംഗ് ആണ്, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. കോമൺ വെഹിക്കിൾ ട്രാൻസ്മിഷൻ നോൺ ലിവിംഗ് ആണ്. ാണ് വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ. വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ലിവിംഗ് ആണ് അല്ലെ, മൈക്രോ ഓർഗാനിസംസ് ആണ് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. എന്തുവഴി? മോസ്കിറ്റോസ്, ഫ്ലൈസ്, റാറ്റ് ആൻഡ് അതർ വെർമിൻ ട്രാൻസ്മിറ്റ് മൈക്രോ ഓർഗാനിസം. ചെറിയ ചെറിയ കീടങ്ങള്, പ്രാണികള്, റാറ്റ്സ്, ഫ്ലൈ, മോസ്കിറ്റോ എന്നിവ വഴിയാണ് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും ഓക്കെ അല്ലേ? ഇനി നമ്മൾ പറഞ്ഞത് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്ന പല രീതികളാണ് നമ്മൾ പറഞ്ഞത്, പല മോഡാണ് പറഞ്ഞത് അല്ലെ. ഇനി നെക്സ്റ്റ് അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് പ്രിവെന്റീവ് മെത്തേഡുകൾ എന്തൊക്കെയാണെന്ന് നോക്കിയേ. പ്രിവെൻഷൻ. കൺട്രോളിംഗ് നോസോകോമിയൽ ഇൻഫെക്ഷൻ ഈസ് ടു ഇംപ്ലിമെന്റ് ക്വാളിറ്റി അഷ്യൂറൻസ്. QA എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി അഷ്യൂറൻസ്, QC ക്വാളിറ്റി കൺട്രോൾ മെഷേഴ്സ് ടു ഹെൽത്ത് കെയർ സെക്ടേഴ്സ്. അപ്പൊ ഈ നോസോകോമിയൽ ഇൻഫെക്ഷനെ നമുക്ക് കൺട്രോൾ ചെയ്യുന്നതിന് ഹെൽത്ത് കെയർ സെക്ടേഴ്സിൽ ക്വാളിറ്റി അഷ്യൂറൻസ്, ക്വാളിറ്റി കൺട്രോൾ എന്നിവ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതുണ്ട്. ഇംപ്ലിമെന്റ് ചെയ്യുക എന്ന് വെച്ചാൽ നടപ്പിലാക്കുക. ക്വാളിറ്റി ഉറപ്പുവരുത്തുക, ക്വാളിറ്റി അഷ്യൂറൻസ് എന്താ? ഉറപ്പുവരുത്തുക. ക്വാളിറ്റി കൺട്രോൾ, ക്വാളിറ്റി നിയന്ത്രണം അല്ലെ, ക്വാളിറ്റി കൺട്രോൾ. ഈ രണ്ട് കാര്യങ്ങള് ഹെൽത്ത് കെയർ സെക്ടേഴ്സിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതുണ്ട്. എന്തിനു വേണ്ടി? നോസോകോമിയൽ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാൻ. ആൻഡ് അതിന്റെ ഒപ്പം തന്നെ എവിഡൻസ് ബേസ്ഡ് മാനേജ്മെന്റ് ബെസ്റ്റ് അവൈലബിൾ എവിഡൻസ് ടു മേക്ക് ദ ഡിസിഷൻ. കാരണം എവിഡൻസ് ബേസ്ഡ് എന്ന് വെച്ചാൽ എവിഡൻസിനെ ബേസ് ചെയ്തിട്ടുള്ള മാനേജ്മെന്റ്. ഇത് രണ്ടുമാണ് ഏത് നോസോകോമിയൽ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാനുള്ള മാർഗം എന്ന് പറയുന്നത്. ഒന്നാമത്തെ പറഞ്ഞത് ഹെൽത്ത് കെയർ സെക്ടേഴ്സിൽ ക്വാളിറ്റി അഷുറൻസ്, ക്വാളിറ്റി കൺട്രോൾ എന്നിവ ഇംപ്ലിമെന്റ് ചെയ്യുക. രണ്ടാമത്തെ എവിഡൻസ് ബേസ്ഡ് മാനേജ്മെന്റ്. These are the following ways to prevent HAI. Hospital acute infection prevent ചെയ്യാനുള്ള പല മാർഗങ്ങളാണ് താഴെ കൊടുത്തേക്കുന്നത് കേട്ടോ. ഒന്നാമത്തെയാണ് സാനിറ്റേഷൻ. എല്ലാവരും ചെയ്തിട്ടുണ്ട് അല്ലെ. സാനിറ്റൈസർ ഉപയോഗിക്കാത്തവര്, സാനിറ്റൈസ് ചെയ്യാത്തവരൊന്നും ഇല്ലല്ലോ. പ്രത്യേകിച്ച് നമുക്കത് കൊറോണ വന്നതോടുകൂടിയാണ് സാനിറ്റേഷൻ ഒക്കെ കൂടുതൽ ഇതായത് അല്ലെ. എല്ലാവരും സാനിറ്റൈസ് ചെയ്തിട്ടുണ്ട്. അതെന്തിനാ? ഈ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു മാർഗമാണ്. അപ്പൊ പ്രിവെന്റീവ് മെത്തേഡില് ഒന്നാമത്തെയാണ് സാനിറ്റേഷൻ. എന്താണ് സാനിറ്റേഷൻ? സാനിറ്റൈസ് ചെയ്യുക. സാനിറ്റൈസർ ഉപയോഗിച്ച് നമ്മൾ കൈകളൊക്കെ നല്ല സാനിറ്റൈസ് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും വസ്തുക്കളും എല്ലാരും സാനിറ്റൈസ് ചെയ്യുക എന്നുള്ളത്. ഹോസ്പിറ്റൽ മസ്റ്റ് ഹാവ് എ സാനിറ്റേഷൻ പ്രോട്ടോകോൾ. ഹോസ്പിറ്റലില് ഒരു സാനിറ്റേഷൻ പ്രോട്ടോകോൾ ഉണ്ട്. കൺസേണിംഗ് എന്തുമായി ബന്ധപ്പെട്ട? യൂണിഫോംസ്, എക്യുപ്മെന്റ്സ്, സ്റ്റെറിലൈസേഷൻ, വാഷിംഗ് ആൻഡ് അതർ പ്രിവെന്റീവ് മെഷേഴ്സ് എന്നിവയുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ ഒരു സാനിറ്റേഷൻ പ്രോട്ടോകോൾ ഉണ്ട്. കൺസേണിംഗ് സംബന്ധിച്ച്, യൂണിഫോമിനെ സംബന്ധിച്ച്, എക്യുപ്മെന്റ്സിനെ സംബന്ധിച്ച്, സ്റ്റെറിലൈസേഷൻ, വാഷിംഗ് ആൻഡ് അതർ പ്രിവെന്റീവ് മെഷേഴ്സ് ുള്ള പ്രതിരോധ നടപടികള് ഇതിനെയൊക്കെ സംബന്ധിച്ച് ഒരു സാനിറ്റേഷൻ പ്രോട്ടോകോൾ ഉണ്ട്. തറോ ഹാൻഡ് വാഷിംഗ് ആൻഡ് ഓർ യൂസ് ഓഫ് ആൽക്കഹോളിക് റബ്സ്. ആൽക്കഹോളിക് റബ്സ് എന്ന് പറഞ്ഞാൽ ആൽക്കഹോളിന്റെ കണ്ടന്റ് ഉള്ളതാട്ടോ. സാനിറ്റൈസറിനൊക്കെ ആൽക്കഹോൾ കണ്ടന്റ് ഇല്ലേ? ആൽക്കഹോൾ കണ്ടന്റ് ഉള്ളതാണ് ആൽക്കഹോളിക് റബ്സ് എന്ന് പറയുന്നത്. ബൈ ഓൾ മെഡിക്കൽ പേഴ്സണൽസ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഈച്ച് പേഷ്യന്റ് കോണ്ടാക്ട്. ഓരോ പേഷ്യന്റിനെയും കോണ്ടാക്ട് ചെയ്തതിന് മുന്നേ ഈ മെഡിക്കലിനും ശേഷവും, ബിഫോർ ആൻഡ് ആഫ്റ്റർ രണ്ട് പറയുന്നുണ്ട്. ഈ മെഡിക്കൽ പേഴ്സണൽസ്, സ്റ്റാഫുകൾ എന്ത് ചെയ്യണം? ആൽക്കഹോളിക് റബ്സ് അല്ലെങ്കിൽ ഹാൻഡ് വാഷിംഗ് നടത്തിയിരിക്കണം. ഓരോ പേഷ്യന്റിനെയും നോക്കുന്നതിന് മുന്നും നോക്കിയതിനു ശേഷവും ഒന്നില്ലെങ്കിൽ ഹാൻഡ് വാഷ് ചെയ്യുക, അല്ലെങ്കിൽ ആൽക്കഹോളിക് റബ്സ് യൂസ് ചെയ്യുക, അതായത് സാനിറ്റൈസർ അവിടെ യൂസ് ചെയ്യുക. Before and after each patient contact is one of the most effective way to fight the nosocomial infection. Underline ചെയ്തേ, നോസോകോമിയൽ ഇൻഫെക്ഷനെ ഫൈറ്റ് ചെയ്യാനുള്ള ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് തറോ ഹാൻഡ് വാഷിംഗ് ഓർ യൂസ് ഓഫ് ആൽക്കഹോളിക് റബ്സ്. രണ്ടും അണ്ടർലൈൻ ചെയ്യാം കേട്ടോ.
ഇല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് ഹാൻഡ് വാഷ് ചെയ്യുക. ഹാൻഡ് വാഷിന്റെ വീട്ടിൽ പറയുന്നുണ്ട് കേട്ടോ ഇവിടെ. ഹാൻഡ് വാഷിന് താഴെ പറയുന്നുണ്ട്. ഇതിന്റെ ഒരു പ്രിവെന്റീവ് മെത്തേഡ് ആയിട്ട് ഹാൻഡ് വാഷിംഗ് പറയുന്നുണ്ട്. ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്സ് ഈ ചാപ്റ്ററിൽ പഠിക്കാണ്ട് ലാസ്റ്റ് സെക്ഷനിൽ കേട്ടോ. രണ്ട് കാര്യം പറഞ്ഞേക്കണേ. നോസോകോമിയൽ ഇൻഫെക്ഷനെ നമുക്ക് ഫൈറ്റ് ചെയ്യാനുള്ള ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞ എന്താണ്? തറോ ഹാൻഡ് വാഷിംഗ്, നന്നായിട്ട് ഹാൻഡ് വാഷ് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് ആൽക്കഹോളിക് റബ്സ് ഉപയോഗിക്കുക. അല്ലെ, ആൽക്കഹോളിക് കണ്ടന്റ് ഉള്ളതാണ് ആൽക്കഹോളിക് റബ്സ് എന്ന് പറയുന്നത്. അത് എല്ലാ മെഡിക്കൽ സ്റ്റാഫുകളും പേഷ്യന്റിനെ കോണ്ടാക്ട് ചെയ്യുന്നതിന് മുന്നും അതിനുശേഷവും. അല്ലെ, അടുത്ത നോക്കിയേ, സാനിറ്റൈസിങ് സർഫേസ് ഈസ് എ പാർട്ട് ഓഫ് കൺട്രോൾ മെഷേഴ്സ് ടു റിഡ്യൂസ് നോസോകോമിയൽ ഇൻഫെക്ഷൻ. അവിടെ രണ്ടെണ്ണം ഉണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ഒന്ന് നോക്കിയേ. റെഡ്യൂസ്, ലെസൺ ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം മതി. ടെക്സ്റ്റിൽ കറക്റ്റ് ആണോ നോക്കിയാൽ കേട്ടോ. റെഡ്യൂസ് എന്ന് പറഞ്ഞാൽ ലെസൺ, കുറയ്ക്കുക എന്നുള്ള മീനിങ് തന്നെയാണ്. To reduce the loss of correct ആണ് അല്ലെ, ഏതെങ്കിലും ഒരെണ്ണം മതി കേട്ടോ. സാനിറ്റൈസിങ് സർഫസ് ഈസ് എ പാർട്ട് ഓഫ് കൺട്രോൾ മെഷർ ഈസ് ടു റെഡ്യൂസ് ദ നോസോകോമിയൽ ഇൻഫെക്ഷൻ ഇൻ ഹെൽത്ത് കെയർ എൻവയോൺമെന്റ്. ഒരു ഹെൽത്ത് കെയർ എൻവയോൺമെന്റിൽ നമുക്ക് നോസോകോമിയൽ ഇൻഫെക്ഷനെ കുറയ്ക്കാനുള്ള ഒരു മാർഗമാണ് സാനിറ്റൈസിങ് സർഫസ്. നിങ്ങളും സാനിറ്റൈസ് ചെയ്തിട്ടില്ലേ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ? നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങള്, ഡെസ്ക്, നമ്മൾ ഇരിക്കുന്ന സ്ഥലം, അതൊക്കെ നമ്മളൊന്ന് സാനിറ്റൈസ് ചെയ്യാറുണ്ട്. അല്ലെ, അതെന്തിനാണ്? ഈ മൈക്രോബ്സിനെ തടയാനുള്ള ഒരു മാർഗമാണ്. നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യുക, കൈകൾ സാനിറ്റൈസ് ചെയ്യുക, ആൽക്കഹോളിക് റബ്സ് ഉപയോഗിക്കാം. അത് കൂടാതെ നമ്മുടെ സാനിറ്റൈസിങ് സർഫസും കൊറോണ ടൈമില് എല്ലാവരും ആ സമയത്ത്, അതാ ഞാൻ പറഞ്ഞേക്കോ, ഈ സമയത്താണ് കൂടുതൽ സാനിറ്റൈസർ ഒക്കെ ഇത്ര പ്രചാരത്തിലും പ്രാബല്യത്തിലും ഒക്കെ വന്നത്. ഈ കൊറോണയുടെ ആണ്. നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മളൊന്ന് സാനിറ്റൈസ് ചെയ്തിട്ട് ഉപയോഗിക്കുള്ളൂ. നമ്മളിലേക്ക് ആ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അതാണ് അടുത്തൊരു കാര്യം പറയുന്നത്. ഈ നോസോകോമിയൽ ഇൻഫെക്ഷനെ തടയാനുള്ള, അതിനെ കുറയ്ക്കാനുള്ള ഒരു മാർഗമാണ് ഏത്? സാനിറ്റൈസിങ് സർഫസ് എന്ന് പറയുന്നത്. നോട്ട് വിത്ത്സ്റ്റാൻഡിങ് സാനിറ്റേഷൻ പ്രോട്ടോകോൾ. എന്താ ശരിക്കും ഒരു നല്ലൊരു സാനിറ്റേഷൻ പ്രോട്ടോകോള് ഹോസ്പിറ്റലില് ഉണ്ടായിരുന്നിട്ടും പേഷ്യൻസ് cannot be completely isolated from communicable agents. നമ്മൾ പറഞ്ഞല്ലോ ഹോസ്പിറ്റലിൽ ഒരു നല്ലൊരു സാനിറ്റേഷൻ പ്രോട്ടോകോൾ വേണമെന്ന് പറഞ്ഞു. ഈ ഇങ്ങനെ ഒരു നല്ലൊരു സാനിറ്റേഷൻ പ്രോട്ടോകോൾ ഉണ്ടായിരുന്നിട്ടും പേഷ്യൻസിനെ നമുക്ക് പൂർണ്ണമായിട്ടും ഐസൊലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഏതെങ്കിലും കമ്മ്യൂണിക്കബിൾ ഏജൻസിൽ നിന്നും ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻ വരുന്നതിൽ നിന്നും പേഷ്യൻസിനെ പൂർണ്ണമായിട്ടും നമുക്ക് മാറ്റി നിർത്താനായിട്ട് പറ്റിയിട്ടില്ല. Moreover, the patients are often advised to make antibiotics and other antimicrobial drugs to help to treat this illness. നമ്മളോട് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ആന്റിബയോട്ടിക്സ് ഒക്കെ കഴിക്കാൻ പറയാറില്ലേ? അല്ലെ, ആന്റിബയോട്ടിക്സ് ഒക്കെ കഴിക്കാൻ പറയാറുണ്ട്. അപ്പൊ അതിനുപരിയായിട്ട് പേഷ്യൻസിനോട് ഈ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ആന്റിബയോട്ടിക്സ്, ആന്റിമൈക്രോബിയൽ ഡ്രഗ്സ് ഇതൊക്കെ ഉപയോഗിക്കാൻ പറയുമ്പോൾ എന്താണ്, അതെന്തിന് കാരണമാകും? ദിസ് മേ enlarge the selection pressure for the emergence of the resistant strain. അപ്പൊ അങ്ങനെ പേഷ്യൻസിനോട് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ആന്റിബയോട്ടിക്സും ആന്റിമൈക്രോബിയൽ ഡ്രഗ്സും ഒക്കെ കഴിക്കാൻ ഡോക്ടേഴ്സ് നിർദ്ദേശിക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? പേഷ്യൻസിന് എന്ത് പറ്റും? അവരുടെ റെസിസ്റ്റൻസ് പവർ വർദ്ധിപ്പിക്കാൻ കാരണമാകും. നമുക്കൊരു റെസിസ്റ്റൻസ് കിട്ടും. റെസിസ്റ്റൻസ് പവർ വർദ്ധിപ്പിക്കാൻ കാരണമാകും. അപ്പൊ മൈക്രോബ്സ് ഒക്കെ നമ്മളിലേക്ക് വേഗം അറ്റാക്ക് ചെയ്യുന്നത് നമ്മൾ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് അതിനെ തടയാൻ പറ്റും. നമ്മുടെ റെസിസ്റ്റൻസ് പവർ, അതിന്റെ പ്രതിരോധം, നമുക്കതിനെ പ്രതിരോധിക്കാൻ പറ്റും. അല്ലെ, പ്രതിരോധം, നമുക്കതിനെ പ്രതിരോധിക്കാനും ആ ഒരു റെസിസ്റ്റൻസ് പവർ എന്ത് ചെയ്യും? അത് കൂടും, വർദ്ധിപ്പിക്കാനും കാരണമാകും. ഓക്കെ, അത്രയാണ് ആ പാരഗ്രാഫിൽ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഹോസ്പിറ്റലില് എന്താണ്? യൂണിഫോംസ്, എക്യുപ്മെന്റ്, സ്റ്റെറിലൈസേഷൻ, വാഷിംഗ് ആൻഡ് അതർ പ്രിവെന്റീവ് മെഷേഴ്സ് എന്നിവയുമായി ബന്ധപ്പെട്ട് ഒരു നല്ലൊരു സാനിറ്റേഷൻ പ്രോട്ടോകോൾ ഉണ്ട്. അവിടെ നമ്മൾ പറഞ്ഞേക്കുന്നത് തറോ ഹാൻഡ് വാഷിങ്ങും അല്ലെങ്കിൽ സാനിറ്റൈസർ ഉപയോഗിക്കുന്ന ആൽക്കഹോളിക് റബ്സും മെഡിക്കൽ സ്റ്റാഫുകള് പേഷ്യന്റിനെ കോണ്ടാക്ട് ചെയ്യുന്നതിന് മുന്നും കോണ്ടാക്ട് ചെയ്തതിന് ശേഷവും ഉപയോഗിക്കണം. അതാണ് ഈ നോസോകോമിയൽ ഇൻഫെക്ഷനെ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു ഏറ്റവും നല്ലൊരു
ഫലപ്രദമായിട്ടുള്ള ഒരു മാർഗം എന്ന് പറയുന്നത്. അതിനുപരിയായിട്ട് ഏതാണ് സാനിറ്റൈസിങ് സർഫസ്. നമ്മൾ എടുക്കുന്ന സാധനങ്ങൾ ഇതെല്ലാവരും സാനിറ്റൈസ് ചെയ്യുക. ഇനി ഈ നല്ലൊരു സാനിറ്റേഷൻ പ്രോട്ടോകോള് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നിട്ടും നമുക്ക് എന്താണ് ഈ പേഷ്യൻസിനെ നമുക്ക് പൂർണ്ണമായിട്ടും ഈ കമ്മ്യൂണിക്കബിൾ ഏജൻസിൽ നിന്നും ഐസൊലേറ്റ് ചെയ്ത് നിർത്താൻ പറ്റിയിട്ടില്ല. പിന്നെ അതുകൂടാതെ പേഷ്യൻസിനോട് ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അവരുടെ ആന്റിബയോട്ടിക്സും ആന്റിമൈക്രോബിയൽ ഡ്രഗ്സും ഒക്കെ കഴിക്കാൻ നിർദ്ദേശിക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ അതെന്താണ് അവരുടെ സെലക്ഷൻ പ്രഷർ, അതായത് അവരുടെ ആ റെസിസ്റ്റൻസ് സ്ട്രെയിനെ കൂട്ടാനായിട്ട് വർദ്ധിപ്പിക്കാൻ കാരണമാകും. അത്രയാണ് കേട്ടോ അതിനകത്ത് പറഞ്ഞേക്കുന്നത്. ഇനി രണ്ടാമത്തെയാണ് സ്റ്റെറിലൈസേഷൻ. സ്റ്റെറിലൈസ് ചെയ്യുക അല്ലെ? സ്റ്റെറിലൈസേഷൻ CSST പഠിച്ചില്ലേ? CSST സ്റ്റെറിലൈസേഷൻ പഠിച്ചില്ലേ? നിങ്ങള് പഠിച്ചോ CSST? ഉണ്ട്. സ്റ്റെറിലൈസേഷൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. പഠിച്ചുകൊണ്ടിരിക്കുന്നു. സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. ഹോസ്പിറ്റലിലെ ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും എല്ലാ ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സ് സാധനങ്ങളൊക്കെ സ്റ്റെറിലൈസ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് സ്റ്റെറിലൈസേഷൻ. അപ്പൊ ഈ നോസോകോമിയൽ ഇൻഫെക്ഷനെ ഫൈറ്റ് ചെയ്യാനുള്ള, അതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള അടുത്തൊരു മാർഗമാണ് സ്റ്റെറിലൈസ് ചെയ്യുക. നമ്മൾ പറഞ്ഞില്ലേ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ ഒക്കെ വരാന്ന് പറഞ്ഞില്ലേ? അത് എങ്ങനെയാ നമ്മൾ എടുക്കുന്ന എക്യുപ്മെന്റ്സ് കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ അതിൽ കൂടി ഇൻഫെക്ഷൻ വരാം, ആ പേഷ്യന്റിന് ഇൻഫെക്ഷൻ വരാം. അപ്പൊ പ്രോപ്പർ ആയിട്ട് ആ എക്യുപ്മെന്റ്സ് സ്റ്റെറിലൈസ് ചെയ്തില്ലെങ്കിലോ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോ അടുത്തൊരു മാർഗമാണ് ഈ നോസോകോമിയൽ ഇൻഫെക്ഷനെ ഫൈറ്റ് ചെയ്യാനുള്ള അടുത്തൊരു മാർഗമാണ് സ്റ്റെറിലൈസേഷൻ. രണ്ടാമത്തെ സ്റ്റെറിലൈസേഷൻ ഗോസ് ഫർദർ ദാൻ ജസ്റ്റ് സാനിറ്റൈസിങ്. നമ്മൾ ജസ്റ്റ് ഒന്ന് സാനിറ്റൈസ് ചെയ്യുന്നതിനേക്കാൾ കുറച്ചും കൂടിയും എഫക്റ്റീവ് ആണ് ഇത് സ്റ്റെറിലൈസേഷൻ. ഒരു എക്യുപ്മെന്റ് എടുത്തു, അത് നമ്മളൊന്ന് സാനിറ്റൈസ് ചെയ്തു, അതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ചെയ്ത് തന്നെയാ സ്റ്റെറിലൈസേഷൻ തന്നെയാണ് കേട്ടോ. ആണ് സ്റ്റെറിലൈസേഷനും ഇവിടെ സാനിറ്റേഷനും അപ്പുറമാണ് സ്റ്റെറിലൈസേഷൻ. ഏതാ ബെറ്റർ? സ്റ്റെറിലൈസേഷൻ തന്നെയാണ്. ജസ്റ്റ് സാനിറ്റൈസ് ചെയ്യുന്നതിനേക്കാൾ കുറച്ചും കൂടിയും അത് ഫലപ്രദമായിട്ടുള്ളത് സ്റ്റെറിലൈസേഷൻ തന്നെയാണ്. പല ടൈപ്പ് നമ്മൾ പറയുന്നുണ്ട്. കെമിക്കൽ സ്റ്റെറിലൈസേഷൻ, ഫിസിക്കൽ സ്റ്റെറിലൈസേഷൻ ഒക്കെ പറയുന്നുണ്ട്. ഓട്ടോക്ലേവ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓട്ടോക്ലേവ് ഒക്കെ പറയുന്നുണ്ട്. അവിടേക്ക് എന്താണ് സ്റ്റീം സ്റ്റെറിലൈസേഷൻ പറയുന്നത്. സ്റ്റീമില് 121 ഡിഗ്രി സെന്റിഗ്രേഡില് നമ്മള് ഈ എക്യുപ്മെന്റ്സ് സ്റ്റെറിലൈസ് ചെയ്തെടുക്കുക. അപ്പൊ അതിനകത്ത് ഒരു മൈക്രോബ്സ് പോലും ഉണ്ടാവില്ല അല്ലെ? എല്ലാം പൂർണ്ണമായിട്ടും ഡിസ്ട്രോയ് ചെയ്യും. അതാണ് ഈ സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. 121 ഡിഗ്രിയിലാണ് ഓട്ടോക്ലേവില് സ്റ്റെറിലൈസ് ചെയ്യുന്നത്. സ്റ്റീം സ്റ്റെറിലൈസേഷൻ ആണ് അവിടെ. ഓട്ടോക്ലേവില് സ്റ്റീം സ്റ്റെറിലൈസേഷൻ ആണ്. കെമിക്കൽ സ്റ്റെറിലൈസേഷനും പഠിക്കുന്നുണ്ട്. നിങ്ങൾ അവിടെ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റെറിലൈസേഷനെ കുറിച്ച് പഠിക്കും കേട്ടോ. മെത്തേഡുകളൊക്കെ പഠിക്കും. ഇവിടെ നോക്കിയേ, അപ്പോ നമ്മൾ ജസ്റ്റ് ഒന്ന് സാനിറ്റൈസ് ചെയ്യുന്നതിനേക്കായി കുറച്ചും കൂടി ബെറ്റർ ആണ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഡിസ്ട്രോയ് ഓൾ മൈക്രോബ്സ് ഓൺ എക്യുപ്മെന്റ്സ് ആൻഡ് സർഫസസ്. അല്ലെ? ഇത് എന്ത് ചെയ്യുന്നു? എല്ലാ മൈക്രോബ്സും എക്യുപ്മെന്റ്സിലൊക്കെ ഉള്ള എല്ലാ മൈക്രോബ്സിനെയും ഡിസ്ട്രോയ് ചെയ്യുന്നത് നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം അല്ലെ? എല്ലാ എക്യുപ്മെന്റ്സിന്റെയും സർഫസിലുള്ള മൈക്രോബ്സിനെ അത് ഡിസ്ട്രോയ് ചെയ്യുന്നു, നശിപ്പിക്കുന്നു. ആൻഡ് നോക്കിയേ, ത്രൂ ഏതിൽ കൂടെയാ നോക്കിയവിടെ? എക്സ്പ്ലോഷർ ടു കെമിക്കൽസ്. ഇത് പലതരത്തിലുള്ള സ്റ്റെറിലൈസേഷൻ മെത്തേഡുകളാട്ടോ പറയുന്നത്. കെമിക്കൽ സ്റ്റെറിലൈസേഷനിലൂടെ ആവാം, അയനൈസിങ് റേഡിയേഷൻസിലൂടെ ആവാം, ഡ്രൈ ഹീറ്റ് വഴിയാകാം, അല്ലെങ്കിൽ സ്റ്റീം അണ്ടർ പ്രഷർ. അത് പല സ്റ്റെറിലൈസേഷൻ മെത്തേഡുകളാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇങ്ങനെ പല രീതികളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്യുപ്മെന്റ്സിന്റെ സർഫസിൽ അല്ലെങ്കിൽ എക്യുപ്മെന്റ്സിലുള്ള മൈക്രോബ്സിനെ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റും. അപ്പൊ ഏതാ ബെറ്റർ? സ്റ്റെറിലൈസ് ചെയ്യുന്നതാണോ സാനിറ്റേഷൻ ആണോ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്? ഏത് തന്നെയാണ്? സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത് തന്നെയാണ്. ജസ്റ്റ് സാനിറ്റൈസ് ചെയ്യുന്നതിനേക്കാള് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ. പറഞ്ഞേക്കുന്നത് സാനിറ്റേഷനും
അപ്പുറമാണ് സ്റ്റെറിലൈസേഷൻ. സ്റ്റെറിലൈസേഷൻ ഗോസ് ഫർദർ ദാൻ ജസ്റ്റ് സാനിറ്റൈസിങ്. ജസ്റ്റ് സാനിറ്റൈസ് ചെയ്യുന്നതിനും അപ്പുറമാണ് സ്റ്റെറിലൈസേഷൻ. സാനിറ്റേഷനെക്കാളും ബെറ്റർ സ്റ്റെറിലൈസേഷൻ തന്നെയാണ്. ഇനി അടുത്തതാണ് ഐസൊലേഷൻ. ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഐസൊലേറ്റ് ചെയ്യുക. ഐസൊലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ അവരെ ഒറ്റപ്പെട്ട് നിർത്തുക, അവരെ മാറ്റി നിർത്തുക. ഐസൊലേഷൻ, ക്വാറന്റൈൻ, അവരെ മാറ്റി നിർത്തുക അല്ലെ. അവരെ മാറ്റി നിർത്തുക, അല്ലെങ്കിൽ അവരെ ഒറ്റപ്പെട്ട് നിർത്തുക, മറ്റാളുകളുമായിട്ട് സമ്പർക്കം വരാത്ത രീതിയിൽ അവരെ ഐസൊലേറ്റ് ചെയ്യുക, ഒറ്റപ്പെട്ട് നിർത്തുക. ഓക്കെ, ഐസൊലേഷൻ is the application of isolating precaution designed to prevent. അവിടെ നോക്കിയ ടെക്സ്റ്റിൽ പ്രിവെന്റ് എന്നുണ്ടോ നോക്കിയേ. designed to prevent the transmit microorganisms. മൈക്രോ ഓർഗാനിസം ട്രാൻസ്മിറ്റ് ചെയ്ത് തടയുന്ന ഒരു മാർഗമാണ് ഐസൊലേഷൻ. കറക്റ്റ് ആണ് അല്ലെ? ഡിസൈൻ ടു prevent the transmit microorganisms, microbes by common routes in hospital. ഹോസ്പിറ്റലിലെ സാധാരണ വഴികളിലൂടെ മൈക്രോബ്സ് ഒക്കെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് ഐസൊലേഷൻ എന്ന് പറയുന്നത്. ഹോസ്പിറ്റലിലെ സാധാരണ വഴികളിലൂടെ മൈക്രോബ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് തടയുന്നതിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് ഇത് ഐസൊലേറ്റിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഐസൊലേഷൻ. ഐസൊലേറ്റ് ചെയ്യുക. Because the agents and the host factor are more difficult to control. Agents, അതിന്റെ host factor ഇതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളപ്പോൾ interruption എന്ന് പറഞ്ഞാൽ തടസ്സം. Interruption of transfer of microbes is directly mainly by transmission. അപ്പോ നമുക്ക് ഏജൻസും ഹോസ്റ്റ് ഫാക്ടറും ഒക്കെ കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളപ്പോൾ ഈ മൈക്രോബ്സിന്റെ ട്രാൻസ്ഫർ തടസ്സപ്പെടുത്തുന്നത് ഏത് വഴിയാണ്? മെയിൻലി ബൈ ട്രാൻസ്മിഷൻ വഴിയാണ് അത് തടസ്സപ്പെടുത്തുന്നത്. എക്സാമ്പിൾ, ഐസൊലേഷൻ ഓഫ് ഇൻഫെക്ഷസ് കേസസ് ഇൻ ഹോസ്പിറ്റലിൽ ഈ ഇൻഫെക്ഷൻ കേസുകളിൽ അവരെ ഐസൊലേറ്റ് ചെയ്ത് നിർത്തുന്നത്, അവരെ മാറ്റി നിർത്തുന്നത്, അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് മറ്റാരും സമ്പർക്കമില്ലാത്ത രീതിയിൽ അവരെ ഒറ്റപ്പെട്ട് നിർത്തുക, അതാണ് ഐസൊലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് സെന്റൻസ് അവിടെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. Isolation is application of isolating precaution designed to transmit microbes, designed to prevent and transmit microbes by common routes in hospital. ഹോസ്പിറ്റലിലെ സാധാരണ വഴികളിലൂടെ മൈക്രോബ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് തടയുന്നതിന് വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് ഐസൊലേഷൻ. ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാ മതി അതിന്. നെക്സ്റ്റ് ആണ് ഹാൻഡ് വാഷിംഗ്. നമ്മൾ എപ്പോഴും ചെയ്യാറുണ്ട് അല്ലെ? കൊറോണ ടൈമിലും ഈ ഹാൻഡ് വാഷിങ് എപ്പോഴും നമ്മളിങ്ങനെ കൈ കഴുകിക്കൊണ്ടിരുന്നല്ലേ. അതും അത് തന്നെ ലാസ്റ്റ് പേജിൽ പഠിക്കാനുണ്ട് കേട്ടോ. അത് നമുക്ക് ക്ലാസ്സിൽ തന്നെ ചെയ്യിക്കാം. ഹാൻഡ് വാഷിങ് നമുക്ക് നിങ്ങളെ ഒക്കെ കാണാനുള്ള ഒരേ ഒരു ഓപ്ഷനാണ് അത്. ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്സ് ഉണ്ട്. അത് ഞാൻ എല്ലാ ക്ലാസ്സിലും ഞാൻ ചെയ്യിക്കാറുണ്ട് കേട്ടോ. നിങ്ങളെയൊക്കെ ഒന്ന് കാണാലോ. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഹാൻഡ് വാഷിംഗ് അതിനകത്ത് സ്റ്റെപ്സുകൾ പറഞ്ഞിട്ടുണ്ട്, അതനുസരിച്ച് ചെയ്യാം കേട്ടോ. ഹാൻഡ് വാഷിംഗ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പറയണ്ടല്ല, കൈകളെ ഇടയ്ക്കിടയ്ക്ക് കഴുകുക, അതാണ് ഹാൻഡ് വാഷിംഗ്. Hand washing frequently is called a single most prime measures to lessen the risk of transmitting skin microbes from one person to another or from one site to another. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് അല്ലെങ്കിൽ ഒരു സൈറ്റിൽ നിന്ന് മറ്റൊരു സൈറ്റിലേക്ക് ഈ മൈക്രോബ്സ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട മാർഗമാണ് ഇത് ഹാൻഡ് വാഷിംഗ്. ഫ്രീക്വന്റ്ലി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കൈ കഴുകുന്നത് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. ഹാൻഡ് വാഷിംഗ്. Washing hands as in a proper and thorough manner. എങ്ങനെയായിരിക്കണം? പ്രോപ്പർ ആയിട്ട് നല്ല നല്ല രീതിയിലുമായിരിക്കണം. As possible between the patient's contact and after contact with the blood,
body fluid, secretion, excretion, and equipment article contaminated by them is a prime factor of the infection control and isolation precautions. അപ്പൊ നോക്കിയേ, വാഷിംഗ് ഹാൻഡ്സ് ഇൻ പ്രോപ്പർ ആൻഡ് തറോ മാനർ. എങ്ങനെ വേണം? പ്രോപ്പർ ആയിട്ട് നല്ല രീതിയിൽ വേണം വാഷ് ചെയ്യാൻ. നമ്മള് കല്യാണത്തിന് മുമ്പ് കൈയ്യഴുക പോലെ ആവരുത്. സീറ്റ് അവിടെ നമ്മളെ നോക്കിയിരിക്കുമ്പോൾ നമ്മൾ വെറുതെ ടാപ്പിന്റെ അടുത്ത് പോയി വെറുതെ ഒന്ന് കൈ കാണിച്ചോണ്ടോ? അങ്ങനെയാണോ ശരിക്കും ഹാൻഡ് വാഷിംഗ് പറയുന്നേ? തറോ ഹാൻഡ് വാഷിംഗ്. ഈ കൊറോണ ടൈമിലൊക്കെ ചിലപ്പോ ഹെൽത്ത് ഇതിനകത്തൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അതിന്റെ ക്ലാസ്സുകൾ കിട്ടിയിട്ടുണ്ടാവും, ഹാൻഡ് വാഷിംഗ് ഒക്കെ അല്ലെ. ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്സുകൾ ഉണ്ട്. അതിന്റെ ആ രീതിയിൽ വേണം ചെയ്യാനായിട്ട്. അത് വെറുതെ ഒന്ന് ടാപ്പിന്റെ അടിയിൽ കൈ ഒന്ന് കാണിക്കുന്നത് ശരിക്കും എന്താ ഒരു ഹാൻഡ് വാഷിംഗ് ആണെന്ന് പറയാൻ പറ്റില്ല. എങ്ങനെ വേണം നമ്മൾ ഈ മൈക്രോബ്സിനെ നമ്മൾ നശിപ്പിക്കുക? 8 സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ട് തന്നെ കേട്ടോ നമുക്ക് പഠിക്കാണ്ട്. മൈക്രോബ്സിനെ നമുക്ക് ഇങ്ങനെ നശിപ്പിക്കുക അല്ലെങ്കിൽ കളയുക എന്നുള്ള രീതിയിൽ നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യുമ്പോൾ അതിൻ്റെതായ സ്റ്റെപ്സുകൾ ഉണ്ട്. അത് ആ രീതിയിൽ തന്നെ നമ്മൾ ഫോളോ ചെയ്യണം. അതായത് പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ വേണം നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യാനായിട്ട്. അതേ നോക്കിയാൽ ബിറ്റ്വീൻ ദ പേഷ്യന്റ് കോൺടാക്ട് ആൻഡ് ആഫ്റ്റർ കോൺടാക്ട് വിത്ത് ബ്ലഡ് സെക്രീഷൻ, എക്സ്ക്രീഷൻ പേഷ്യൻസുമായിട്ടൊക്കെ നമ്മൾ കോൺടാക്ട് ചെയ്തതിനു ശേഷം പിന്നെ ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്സ്, അവരുടെ സെക്രീഷൻ, എക്സ്ക്രീഷൻ, അവശിഷ്ടങ്ങൾ, അത് എക്യുപ്മെന്റ്സ്, ആർട്ടിക്കിൾസ്, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ്, ഇതെല്ലാം നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ പ്രോപ്പർ ആയിട്ട് തന്നെ ഹാൻഡ് വാഷ് ചെയ്യണം. ഈസ് എ പ്രൈം ഫാക്ടർ ഓഫ് ഇൻഫെക്ഷൻ കൺട്രോൾ ആൻഡ് ഐസൊലേഷൻ പ്രിക്കോഷൻ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, മുൻകരുതലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഹാൻഡ് വാഷിംഗ് എന്ന് പറയുന്നത്. ഫസ്റ്റ് സ്റ്റെപ്സ് ഈ സെന്റൻസ് കൂടി ഒന്ന് നോട്ട് ചെയ്തോട്ടോ. വാഷിംഗ് ഹാൻഡ്സ് ആസ് ഇൻ പ്രോപ്പർ ആൻഡ് തറോ മാനർ. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. Between patients contact and after contact with the patients. Contact അവരെ പിടിക്കുന്നതിനും അവരുമായിട്ട് കെയർ ചെയ്യുന്നതിന് ശേഷവും മുന്നും ഇടയിലും ഒക്കെ പറഞ്ഞേക്കുന്നത്. പിന്നെ നമ്മുടെ ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്, എന്തെങ്കിലും സെക്രീഷൻസ്, അവർക്കുടെ സെക്രീഷൻ, എക്സ്ക്രീഷൻ, എക്യുപ്മെന്റ്സ്, ആർട്ടിക്കിൾസ്, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ തറവായിട്ട് ഹാൻഡ് വാഷ് ചെയ്യണം. അത് മുൻകരുതലിന്റെയും ഇൻഫെക്ഷൻ കൺട്രോളിന്റെ ഒക്കെ ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്, ഒരു ഘടകമാണ് ഹാൻഡ് വാഷിംഗ് എന്ന് പറയുന്നത്. അടുത്തതാണ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ്. PPE കിറ്റ് ധരിച്ചിട്ടുണ്ടോ ആ സമയത്ത്? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് PPE. അവിടെ എക്സ്പാൻഡഡ് ഫോം ചോദിക്കാം കേട്ടോ. PPE SGG ഒക്കെ ധരിച്ചിട്ടുണ്ട്. ആര്യ, ശരണ്യ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും കൊറോണ ഒക്കെ വന്നിട്ടുണ്ട് ഇതിനകത്ത്? ഡ്യൂട്ടിയില് ധരിച്ചിട്ടുണ്ട് ഉണ്ടോ? ആഷ്ടി, ഒത്തിരി പേർക്കുണ്ടോ? വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ആ ഒരു ടൈമിൽ തന്നെയാണ് നമുക്ക് PPE കൂടുതൽ വന്നേ അല്ലെ. കൊറോണ വൈറസ് നമ്മളിലേക്ക് വരാതിരിക്കാൻ, നമുക്ക് ഇൻഫെക്ഷൻ ഒക്കെ ആവാതിരിക്കാൻ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് PPE, പ്രത്യേകിച്ച് ഹെൽത്ത് മേഖലയിൽ വർക്ക് ചെയ്യുന്നവര്, ആരോഗ്യ പ്രവർത്തകര് ഒക്കെ പേഷ്യൻസുമായിട്ടൊക്കെ കോൺടാക്ട് ചെയ്യുന്ന ആളുകളൊക്കെ PPE നിർബന്ധമായിട്ട് ധരിക്കണം. നമ്മൾ പിന്നെ കോമൺ ആയിട്ട് നമ്മൾ മാസ്ക് ധരിച്ച്, ഗ്ലൗസ് ധരിച്ച്, പിന്നെ ഷീൽഡ് അല്ലെ, ഫേസ് കവർ ചെയ്യുന്ന ഷീൽഡ്, അങ്ങനെയൊക്കെ ധരിച്ചിട്ട് ഉണ്ടാവും. PPE കൂടുതലായിട്ട് ഹെൽത്ത് മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവരായിരിക്കും, അവർക്ക് PPE കിറ്റ് ഉണ്ട്. ഇവിടെ നോക്കിയ PPE എന്ന് പറഞ്ഞാൽ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ആണ്. അതൊന്ന് നോട്ട് ചെയ്തോട്ടോ. എക്സ്പാൻഡ് ഫോം ചോദിക്കുക. എക്സ്പാൻഡ് PPE, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. കറക്റ്റ് ആക്കി നോക്കാട്ടോ. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. ഇവിടെ കുറച്ച് 5-6 ബാച്ചിന് മുന്നുള്ള ഒരു എക്സാമിനാണ് PPE എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു ഓപ്ഷൻ കൊടുത്തത് പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെന്റ് എന്നാണ്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ നോക്കുക, കറക്റ്റ് പ്രൊട്ടക്റ്റീവ് തന്നെ ഉണ്ടെങ്കിൽ അത് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യണം കേട്ടോ. ലേബർ റൂം ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട് PPEയുടെ കാര്യം. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. ഇനി നോക്കിയേ, ഈ PPEയിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്തെല്ലാം? PPE കൺസിസ്റ്റ് ഓഫ് ഐറ്റംസ് സച്ച് ആസ്. എന്തൊക്കെ ഐറ്റംസ് ആണ് PPEയിലുള്ളതൊക്കെ? ഗ്ലൗസുകൾ ഉണ്ട്, ഗ്ലൗസ് അറിയാലോ. ഗൗൺ, കോട്ട് അല്ലെ, ഗൗൺ ഉണ്ട്,
നമ്മള് ഡ്രസ്സിന്റെ മുകളിൽ ഇടാനായിട്ട് ഓവർകോട്ട് പോലെ ഗൗണുകള്, പിന്നെ മാസ്ക്, ഐ ഷീൽഡ്, കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് കണ്ണടകള്, ഐവെയർ എന്ന് പറഞ്ഞ കണ്ണടകളാട്ടോ. used to make blocks, blockades എന്ന് പറഞ്ഞ തടസ്സം, blockades തടസ്സം വരാൻ, to protect the skin, clothing, mucous membrane and the respiratory tract from infectious agents. ഇതൊക്കെ എന്താ, നമ്മുടെ സ്കിന്നിനെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും, നമ്മുടെ ക്ലോത്തിങ്ങിനെ, നമ്മുടെ ഡ്രസ്സിനെ, അത് ഓവർ കോട്ട് ഗൗണുകളൊക്കെ ധരിക്കുമ്പോൾ നമ്മുടെ ഡ്രസ്സിനെ പ്രൊട്ടക്ട് ചെയ്യും. മ്യൂക്കസ് മെംബ്രെയിൻ, സെക്രീറ്റ് മ്യൂക്കസ് മെംബ്രെയിന്, നമ്മുടെ മൂക്കിലും ഒക്കെ ഉള്ള മ്യൂക്കസ്, അതിനെ എന്താ, അതിനെ പ്രൊട്ടക്ട് ചെയ്യും. അതിനാണ് നമ്മൾ മാസ്കുകൾ ധരിക്കുന്നത്. ആൻഡ് ദ റെസ്പിറേറ്ററി ട്രാക്ട്, ശ്വസനനാളത്തെ, റെസ്പിറേറ്ററി ട്രാക്ട് ഫ്രം ഇൻഫെക്ഷസ് ഏജൻസ് നിന്നും ഇതിൽ നമ്മളെ ഇതൊക്കെ പ്രൊട്ടക്ട് ചെയ്യും, അത് ബ്ലോക്ക് ചെയ്യും, തടസ്സം ഉണ്ടാക്കുന്നു. ഈ PPE ധരിക്കുന്നത് നമുക്ക് സ്കിന്നിനെ, നമ്മുടെ ക്ലോത്തിങ്ങിനെ, മ്യൂക്കസ് മെംബ്രെയിൻ, റെസ്പിറേറ്ററി ട്രാക്ട്സ് ഇതിനെയൊക്കെ ബ്ലോക്ക് ആക്കും, ഒരു തടസ്സം വരും. ഇതിൽ നിന്ന് ഇൻഫെക്ഷസ് ഏജൻസ് നമുക്കുള്ളിലേക്ക് പ്രവേശിക്കാതെ ഒരു തടസ്സം വരും. അതിനകത്ത് നിങ്ങൾ ആ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തോ. PPE ഉൾപ്പെടുന്നത് ഏതെല്ലാം? PPE കൺസിസ്റ്റ് ഓഫ് ഡാഷ്, ഗ്ലൗസ്, ഗൗൺസ്, മാസ്ക്, ഐവെയർ. അത്രയാണ് നമുക്ക് അതിനകത്ത് പറഞ്ഞേക്കുന്നത്. PPE കൺസിസ്റ്റ് ഓഫ് ഗ്ലൗസ്, ഗൗൺസ്, മാസ്ക്, ഐവെയർ. ഇനി ഇവിടെ നോക്കിയേ, ഗ്ലൗസ്. ബിസൈഡ് ഹാൻഡ് വാഷിങ്ങിന് പുറമെ നമുക്ക് ഗ്ലൗസും ഒരു ഇമ്പോർട്ടന്റ് റോള് വഹിക്കുന്നുണ്ട്. ഗ്ലൗസ് പ്ലേ എ പിവറ്റൽ റോൾ ഇൻ ദ പോസിബിലിറ്റീസ് ഓഫ് റെഡ്യൂസിങ്. അവിടെ ടെക്സ്റ്റിലുണ്ടോ എന്ന് നോക്കിയാൽ ആ ഒരു സെന്റൻസ് ഞാനിവിടെ ഷെയർ ചെയ്തേക്കുന്നത് സ്ക്രീനിൽ ഇല്ല കേട്ടോ. റെഡ്യൂസിങ് ട്രാൻസ്മിഷൻ ഓഫ് മൈക്രോ ഓർഗാനിസം. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇല്ല, അവിടെ എഴുതി വെച്ചവിടെ. Beside hand washing, gloves play a pivotal role in the possibilities of reducing transmission. Reducing the recorded REDUCING. Reducing. Transmission reduce ചെയ്യുന്നത്. മൈക്രോ ഓർഗാനിസംസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനെ കുറയ്ക്കുന്നു. Reducing transmission of microorganisms. വാഷിങ്ങിന് പുറമെ ഗ്ലൗസും എന്തിനുള്ള സാധ്യത വരുന്നുണ്ട്? മൈക്രോ ഓർഗാനിസംസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് കുറയ്ക്കുന്നു. റെഡ്യൂസിങ് ട്രാൻസ്മിഷൻ ഓഫ് മൈക്രോ ഓർഗാനിസംസ് അതിനൊരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. ഏത്? ഗ്ലൗസും. ഹാൻഡ് വാഷിങ്ങിന് പുറമെ ഗ്ലൗസും ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. അത് നമ്മളും ഗ്ലൗസുകൾ ധരിക്കാറില്ലേ? എന്താ, ഡയറക്റ്റ് ആ സർഫസുമായിട്ട് കോണ്ടാക്ട് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഗ്ലൗസുകൾ ധരിക്കുന്നത്. അപ്പൊ ഈ മൈക്രോ ഓർഗാനിസംസ് ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനെ റെഡ്യൂസ് ചെയ്യാണ് ഇത് ഗ്ലൗസ്. ഓക്കെ, ഗ്ലൗസുകളും മൈക്രോ ഓർഗാനിസം ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു സാധ്യത അതിനെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിനകത്ത് 5 എണ്ണം നമ്മളിപ്പോ പറഞ്ഞത് ഏതൊക്കെയാണ്? പ്രിവെന്റീവ് മെത്തേഡുകൾ. ആ മെത്തേഡുകളും പഠിച്ചു വെക്കണം കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ പ്രിവെന്റീവ് മെത്തേഡ് ഓഫ് നോസോകോമിയൽ ഇൻഫെക്ഷൻ? പ്രിവെന്റീവ് മെത്തേഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്? നമ്മൾ എന്തെണ്ണം പറഞ്ഞു? സാനിറ്റേഷൻ, സ്റ്റെറിലൈസേഷൻ, ഐസൊലേഷൻ, ഹാൻഡ് വാഷിംഗ്, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. 5 എണ്ണം പഠിച്ചോ? സാനിറ്റേഷൻ, സ്റ്റെറിലൈസേഷൻ, ഐസൊലേഷൻ, ഹാൻഡ് വാഷിംഗ്, PPE, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. ഇതെല്ലാം പ്രിവെന്റീവ് മെത്തേഡുകളിൽ വരുന്നതാണ്. ഇനി അടുത്തത് 6ാമത്തെയാണ് അഡീഷണൽ പ്രിക്കോഷൻസ്. ഇനി ഇതിന് കൂടാതെ അഡീഷണൽ ആയിട്ടുള്ള മുൻകരുതലുകള്, പ്രിക്കോഷൻസ് ഓരോന്നും. ഇപ്പൊ ഏറിയക്കടെ ഇൻഫെക്ഷൻ വരുമെന്ന് പറഞ്ഞു, അതിനെ നമുക്ക് എന്താണ് തടയാനായിട്ട് എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ഡ്രോപ്ലെറ്റ്സിൽ കൂടെ ഇൻഫെക്ഷൻ പകരുന്നത് നമുക്ക് തടയാനായിട്ട് എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കാം? കോണ്ടാക്റ്റിൽ കൂടെ ഇൻഫെക്ഷൻ വരുന്നത് തടയാൻ എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കാം? ഓക്കെ, 1ാമത്തെയാണ് നോക്കിയ 6ാമത്തെ പോയിന്റ് ആണ് കേട്ടോ. അത് അഡീഷണൽ പ്രിക്കോഷൻസ് എടുക്കാം.
ഇത് കൂടാതെയുള്ള മുൻകരുതലുകൾ നമുക്ക് എടുക്കാം. അതിന് വീണ്ടും അഡീഷണൽ പ്രിക്കോഷൻസിൽ 3 പറഞ്ഞിട്ടുണ്ട്. എയർബോൺ പ്രിക്കോഷൻസ്, എയർബോൺ എയറിൽ കൂടെ ഇൻഫെക്ഷൻ വരുന്നത് തടയാനായിട്ട് എന്തൊക്കെ മുൻകരുതലുകൾ നമുക്ക് എടുക്കാൻ പറ്റും നോക്കിയേ. ഒന്നാമത്തെ എന്താ, ഇൻഡിവിജ്വൽ റൂം കൊടുക്കാം വിത്ത് സഫീഷ്യന്റ് വെന്റിലേഷൻ. എങ്ങനെയാ, ഒരു സഫീഷ്യന്റ് ആയിട്ടുള്ള വെന്റിലേഷൻ ഉള്ള ഒരു ഇൻഡിവിജ്വൽ റൂം കൊടുക്കാം. That will consist of where the possible negative pressure, door closed. എന്താ സഫീഷ്യന്റ് വെന്റിലേഷൻ വേണമെന്ന് പറഞ്ഞേ, ഡോറൊക്കെ ക്ലോസ് ചെയ്ത് ഒരു ഇരുട്ട് മുറിയില് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു എയർ ഇല്ലാത്ത വായു ഇതൊന്നും ഇല്ലാത്ത മുറിയിൽ ഇരിക്കുമ്പോൾ നെഗറ്റീവ് പ്രഷർ ആയിരിക്കും. അപ്പൊ നമുക്ക് എന്താണ് അവരെ നമുക്ക് ഈ ഇൻഫെക്ഷൻ വരാതിരിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുക, അതിനു വേണ്ടി മുൻകരുതലുകളാണ് അഡീഷണൽ പ്രിക്കോഷൻസ് എന്ന് പറഞ്ഞത്. അപ്പൊ അതിനകത്ത് എയറിൽ കൂടെ ഇൻഫെക്ഷൻ വരുന്നത് തടയാനായിട്ട് എന്ത് ചെയ്യാം, ഒന്നാമത്തെ ഒരു ഇൻഡിവിജ്വൽ റൂം കൊടുക്കാം വിത്ത് സഫീഷ്യന്റ് വെന്റിലേഷൻ. ആവശ്യത്തിന് പാകത്തിന് വെന്റിലേഷൻ ഉള്ള ഒരു ഇൻഡിവിജ്വൽ റൂം കൊടുക്കാം. ഒന്നാമത്തെ ആട്ടോ ഇൻഡിവിജ്വൽ റൂം കൊടുക്കാം, സെപ്പറേറ്റ് റൂം കൊടുക്കാം. എന്താ, വേറെ ആരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാത്ത രീതിയിൽ ഒരു ഇൻഡിവിജ്വൽ റൂം കൊടുക്കാം. പിന്നെ നോക്കി, ഹൈ എഫിഷ്യൻസി മാസ്ക് ഷുഡ് ബി വോൺ ബൈ ദ സ്റ്റാഫ് ബിഫോർ എൻട്രിങ് ദ റൂം. നല്ല എഫിഷ്യൻസി, ഹൈ എഫിഷ്യൻസിയിലുള്ള മാസ്കുകൾ ധരിക്കാം. ഷുഡ് ബി വോൺ ബൈ സ്റ്റാഫ് ബിഫോർ എൻട്രിങ് ദ റൂം. ആ റൂമിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ സ്റ്റാഫിന് നല്ല മാസ്കുകൾ കൊടുക്കാം. High efficiency mask should be worn by the staff before entering the room. ആ റൂമിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ സ്റ്റാഫുകൾക്ക് നല്ല ഹൈ എഫിഷ്യൻസി മാസ്കുകൾ കൊടുക്കാം. Patient should be kept within confined rooms. ചാപ്റ്റർ എത്രയാണെന്ന് പറയാമോ? ചാപ്റ്റർ 9. ഷെയർ ചെയ്തിരിക്കുന്ന സ്ക്രീനിൽ അത് തന്നെയാണോ കിടക്കുന്നത്? പേജ് നമ്പർ 55. ജോയിൻ ചെയ്തോളൂ. അൽഫിയാണോ? അൽഫിയ, അതെ, ജോയിൻ ചെയ്തോളൂ. അപ്പൊ നമുക്ക് എയറിൽ കൂടെ ഇൻഫെക്ഷൻ വരുന്നത് തടയാനായിട്ട് എന്താ, ഒന്നാമത്തെ എന്താ, ഇൻഡിവിജ്വൽ റൂം കൊടുക്കാം, നല്ല വെന്റിലേഷൻ ഉള്ള ഒരു ഇൻഡിവിജ്വൽ റൂം കൊടുക്കാം. രണ്ടാമത്തേൽ എന്താ പറഞ്ഞത്, ആ റൂമിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ സ്റ്റാഫുകൾക്ക് എന്താ, ഹൈ എഫിഷ്യൻസിയിലുള്ള മാസ്കുകൾ ധരിക്കണം ബിഫോർ എൻട്രിങ് ദ റൂം. പിന്നെ അടുത്ത മൂന്നാമത്തെ എന്താ, പേഷ്യന്റ് ഷുഡ് ബി കെപ്റ്റ് ഇൻ ദ കൺഫൈൻഡ് റൂം. പേഷ്യൻസിനെ നമ്മൾ പരിമിതമായ മുറിയിൽ താമസിപ്പിക്കണം. അതായത് നമ്മൾ ഒരു വലിയൊരു റൂമോ അല്ലെങ്കിൽ നമുക്ക് എല്ലാം ആവശ്യത്തിന് പുറത്തേക്ക് ഇറങ്ങി നടക്കാനോ അങ്ങനെയൊന്നും അനുവദിക്കരുത്. പേഷ്യൻസിനെ എപ്പോഴും എങ്ങനെയായിരിക്കണം, ഷുഡ് ബി കെപ്റ്റ് ഇൻ കൺഫൈൻഡ് റൂം, പരിമിതമായ മുറിയിൽ താമസിപ്പിക്കണം. 3 കാര്യങ്ങളാണ്. സെപ്പറേറ്റ് റൂം കൊടുക്കാം, ഹൈ എഫിഷ്യൻസിയിലുള്ള മാസ്കുകൾ സ്റ്റാഫിനോട് ധരിക്കാൻ പറയാം ആ റൂമിലേക്ക് പ്രവേശിക്കുന്ന മുന്നേ. പിന്നെ പേഷ്യൻസിനെ പരിമിതമായ മുറിയിൽ താമസിപ്പിക്കണം. Patient should be kept in the confined room. പേഷ്യൻസിനെ പരിമിതമായ മുറിയിൽ താമസിപ്പിക്കണം. ഇനി അടുത്തതാണ് ഡ്രോപ്ലെറ്റ്സ്. ഡ്രോപ്ലെറ്റ് പ്രിക്കോഷൻസ്. വായുതുള്ളികളിലൂടെ ഡ്രോപ്സിക്കൂടെ ഇൻഫെക്ഷൻ പകരുന്നത് തടയാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഫസ്റ്റ് അത് തന്നെയാണ് പറഞ്ഞേക്കണേ. സെപ്പറേറ്റ് റൂം കൊടുക്കാം, സാധ്യമാണെങ്കിൽ അവൈലബിൾ ആണെങ്കിൽ പേഷ്യൻസിന് സെപ്പറേറ്റ് റൂം തന്നെ കൊടുക്കാം. അപ്പൊ ആരുമായിട്ടൊന്നും കോണ്ടാക്ട് വരാത്ത രീതിയിൽ. അടുത്ത നോക്കിയേ, സ്റ്റാൻഡേർഡ് സർജിക്കൽ സ്പ്ലാഷ് പ്രൂഫ് മാസ്ക്, നോട്ട് എ ഗോസ് മാസ്ക് ഫോർ ഹെൽത്ത് കെയർ വർക്കേഴ്സ്. ഉണ്ടോ? ബാക്കി ഉണ്ടോ നോക്കിയ ടെക്സ്റ്റില്? ഹെൽത്ത് കെയർ വർക്കേഴ്സ് എന്നുണ്ട് കേട്ടോ. അവിടെ ഹെൽത്ത് കെയർ വർക്ക് ഉണ്ട്. ഓക്കെ, സ്റ്റാൻഡേർഡ് സർജിക്കൽ സ്പ്ലാഷ് പ്രൂഫ് മാസ്ക്, സ്റ്റാൻഡേർഡ് സർജിക്കൽ മാസ്കുകളില്ലേ സാധാ, നോട്ട് എ ഗോസ് മാസ്ക്, നെയ്തെടുത്താൽ തുണിയുടെ മാസ്കുകൾ അല്ലാതെ കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള N95 പോലുള്ള മാസ്കുകള്, സർജിക്കൽ മാസ്കുകള് എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ പാർട്ടിക്കിൾസിനെയൊക്കെ ഫിൽറ്റർ ചെയ്യുന്ന രീതിയിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ആണ് സർജിക്കൽ മാസ്കുകൾ ധരിക്കാൻ പറയാം ഫോർ ഹെൽത്ത് കെയർ വർക്കേഴ്സ്. ഹെൽത്ത് കെയർ വർക്കേഴ്സിന് സർജിക്കൽ മാസ്കുകള്, സർജിക്കൽ സ്പ്ലാഷ് പ്രൂഫ് മാസ്കുകള് കൊടുക്കാം.
പിന്നെ അടുത്ത് നോക്കിയ പേഷ്യന്റ് മൂവ്മെന്റ് ഷുഡ് ബി കൺട്രോൾഡ്. നമ്മൾ പറഞ്ഞു തന്നെ മറ്റേതർത്ഥം പേഷ്യൻസിന്റെ മൂവ്മെന്റ്സ് കൺട്രോൾ ചെയ്യണം, പരിമിതപ്പെടുത്തണം. പേഷ്യൻസ് ഈസ് ഡയറക്റ്റഡ് ടു വിയർ എ സ്റ്റാൻഡേർഡ് സർജിക്കൽ മാസ്ക് whenever he or she is in the room, leaves the room. ഇനി അഥവാ അവര് പുറത്തേട്ട് റൂമിൽ നിന്ന് പുറത്തേട്ട് ഇറങ്ങുകയാണെങ്കിൽ അവരോട് എന്ത് ധരിക്കാൻ പറയണം? സ്റ്റാൻഡേർഡ് മാസ്കുകൾ ധരിച്ചിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങാൻ. അത് അവര് ധരിക്കാനായിട്ട് നിർദ്ദേശിക്കണം. പേഷ്യൻസിന്റെ മൂവ്മെന്റ്സ് നമ്മൾ കൺട്രോൾ ചെയ്യണം. പേഷ്യൻസിനെ നമ്മൾ ആ മുറിയിൽ തന്നെ താമസിപ്പിക്കുക. പിന്നെ പേഷ്യൻസിനോട് എന്താണ് നമ്മൾ സ്റ്റാൻഡേർഡ് മാസ്കുകൾ, സർജിക്കൽ മാസ്കുകൾ ധരിക്കാനായിട്ട് പറയണം. whenever he or she leaves the room, ആ റൂം വിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങുവാണെങ്കിൽ അവരോട് സ്റ്റാൻഡേർഡ് മാസ്കുകൾ ധരിക്കാൻ പറയണം. ഇനി അടുത്തതാണ് കോണ്ടാക്ട് പ്രിക്കോഷൻസ്. ഇനി കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഫസ്റ്റത്തെ പോയിന്റ് സെയിം തന്നെയാണ് കേട്ടോ. സെപ്പറേറ്റ് റൂം ഫോർ ദ പേഷ്യന്റ് ഇഫ് അവൈലബിൾ. സാധ്യമാണെങ്കിൽ പേഷ്യൻസിന് സെപ്പറേറ്റ് റൂം കൊടുക്കുക. അപ്പൊ ആരുമായിട്ട് കോണ്ടാക്ട് ഒന്നും വരില്ലല്ലോ. അടുത്ത് നോക്കിയ സ്റ്റാഫ് ഷുഡ് വിയർ ഗ്ലൗസ് whenever they enter the room. ഇത് പറഞ്ഞ പോയിന്റ്സ് തന്നെയാ. സ്റ്റാഫിനോട് ഗ്ലൗസ് ധരിക്കാൻ പറയാം. ആ റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്റ്റാഫിനോട് ഗ്ലൗസ് ധരിക്കാൻ പറയാം. സ്റ്റാഫ് ഷുഡ് വിയർ എ ഗൗൺ ഡ്യൂറിംഗ് ദ പേഷ്യന്റ് കോണ്ടാക്ട് ഓർ കോണ്ടാക്ട് വിത്ത് ദ കണ്ടാമിനേറ്റഡ് സർഫസ് ഓർ മെറ്റീരിയൽ. കണ്ടോ, സ്റ്റാഫിനോട് ഏതാ ഗൗണുകൾ ധരിക്കാൻ പറയാം. പേഷ്യൻസിനെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാതെ ഗൗണുകൾ ധരിക്കാൻ പറയാം. അവരോട് ഗ്ലൗസുകൾ ധരിക്കാം. ആ പേഷ്യൻസുമായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോഴൊക്കെ അല്ലെങ്കിൽ ആ കണ്ടാമിനേറ്റഡ് സർഫസുമായിട്ട് മെറ്റീരിയലുമായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോഴൊക്കെ ഈ സ്റ്റാഫിനോട് ഗ്ലൗസുകളും അതുപോലെ ഗൗണുകളും ധരിക്കാൻ പറയാം. മൂന്നാമത്തെ നോക്കിയാൽ ബിഫോർ ആൻഡ് ആഫ്റ്റർ കോണ്ടാക്ട് വിത്ത് പേഷ്യന്റ് വാഷ് ഹാൻഡ്സ് പ്രോപ്പർലി. പേഷ്യൻസിനെ കോണ്ടാക്ട് ചെയ്യുന്നതിന് മുന്നും ശേഷവും ഹാൻഡ്സ് നന്നായിട്ട് കഴുകുക. വാഷ് ഹാൻഡ്സ് പ്രോപ്പർലി, പ്രോപ്പറായിട്ട് തന്നെ കഴുകുക. Before and after contact with the patients, wash hands properly. പേഷ്യൻസിനെ കോണ്ടാക്ട് ചെയ്യുന്നതിന് മുന്നും ശേഷവും കൈകൾ നന്നായിട്ട് കഴുകുക. ലിമിറ്റ് ദ പേഷ്യന്റ് മൂവ്മെന്റ്സ് ഔട്ട്സൈഡ് ദ റൂം. ഇനി എന്താ? പേഷ്യൻസിന്റെ മൂവ്മെന്റ്സ് പുറത്തേക്ക് പോകാതെ ലിമിറ്റ് ചെയ്യുക, പരിമിതപ്പെടുത്തുക. ലിമിറ്റ് പേഷ്യന്റ് മൂവ്മെന്റ്സ് ഔട്ട്സൈഡ് ദ റൂം. റൂമിന്റെ പുറത്തേക്കുള്ള പേഷ്യൻസിന്റെ മൂവ്മെന്റ് അവരുടെ പുറത്തേക്ക് പോകുന്നതും ഒക്കെ എന്ത് ചെയ്യുക? ലിമിറ്റ് ചെയ്യുക, പരിമിതപ്പെടുത്തുക. അപ്പൊ അങ്ങനെ മൂന്നെണ്ണമാണ് അവിടെ വന്നേക്കണം. അഡീഷണൽ പ്രിക്കോഷൻസ്, എയർബോൺ പ്രിക്കോഷൻസ്, ഡ്രോപ്ലെറ്റ് പ്രിക്കോഷൻസ്, ദെൻ കോണ്ടാക്ട് പ്രിക്കോഷൻസ്. ഈസി അല്ലേ? ഏകദേശം എല്ലാവരും സെയിം തന്നെയാണ്. വെറുതെ ഒന്ന് വായിച്ചു വെച്ചാൽ മതിയല്ലേ. അതിനകത്തെ ആറാമത്തെ ആ അഡീഷണൽ പ്രിക്കോഷൻസിൽ രണ്ടാമത്തെ പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. ഹൈ എഫിഷ്യൻസി മാസ്ക് ധരിക്കാൻ പറയാന്ന്. should be worn by staff before entering the room. ആ റൂമിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ സ്റ്റാഫിനോട് ഹൈ എഫിഷ്യൻസിന്റെ മാസ്ക് ധരിക്കാൻ പറയാം. ഓക്കെ, അത് അണ്ടർലൈൻ ചെയ്തിട്ട് പിന്നെ അതുപോലെ തന്നെ പിന്നെ അടുത്ത് നോക്കിയേ, ഡ്രോപ്ലെറ്റ് പ്രിക്കോഷൻസിലെ മൂന്നാമത്തെ പോയിന്റ് ആണല്ലോ, അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. Patient is directed to wear a standard surgical mask whenever he or she leaves the room. Standard surgical mask, അതും ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. പിന്നെ അടുത്ത കോണ്ടാക്ട് പ്രിക്കോഷൻസിലെ മൂന്നാമത്തെ പോയിന്റ് നോക്കി. ബിഫോർ ആൻഡ് ആഫ്റ്റർ കോണ്ടാക്ട് വിത്ത് ദ പേഷ്യൻസ് വാഷ് ഹാൻഡ്സ് പ്രോപ്പർലി. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. ബിഫോർ ആൻഡ് ആഫ്റ്റർ കോണ്ടാക്ട് വിത്ത് ദ പേഷ്യന്റ് വാഷ് ഹാൻഡ്സ് പ്രോപ്പർലി നോക്കാം. പിന്നെ അതുപോലെ തന്നെ അതിനകത്ത് രണ്ടാമത്തെ പോയിന്റ് വേണമെങ്കിൽ ഒന്ന് നോക്കിയോ. സ്റ്റാഫ് ഷുഡ് വിയർ ഗ്ലൗസ് വെൻ ദേ എൻറ്റർ ദ റൂം. വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. ക്ലിയർ അല്ലേ അത്രയും? ഇനി അടുത്തത് ഏഴാമത്തെയാണ് ആന്റി മൈക്രോബിയൽ സർഫസ്. ഇനി നമ്മൾ അടുത്തത് പ്രിവെന്റീവ് മെത്തേഡിൽ പറയുന്നതാണ് ആന്റി മൈക്രോബിയൽ സർഫസ്. എന്ന് വെച്ചാൽ എന്താ ആന്റി മൈക്രോബിയൽ സർഫസ് എന്ന് പറഞ്ഞാൽ? മൈക്രോബ്സ് ഒന്നും ഇല്ലാത്ത
പ്ലെയിൻ ആയിട്ടുള്ള ഒരു സർഫസ് അത് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ടച്ച് സർഫസസ് നോർമലി ഫൗണ്ട് ഇൻ ദ ഹോസ്പിറ്റൽ റൂം. ഹോസ്പിറ്റൽ റൂമിൽ കാണപ്പെടുന്ന ടച്ച് സർഫസുകള് സച്ച് ആസ് ബെഡ് റെയിൽ, ബെഡിന്റെ കൈപ്പിടിയില്ലേ, ബെഡ് റെയിൽ കൈപ്പിടി, ബെഡിന്റെ സൈഡില് അത്, കോൾ ബട്ടൺ നേഴ്സിനെ വിളിക്കാനുള്ള കോൾ ബട്ടണുകള്, ടച്ച് പ്ലേറ്റ് ചെയറുകള്, ഡോറിന്റെ ഹാൻഡില്, ലൈറ്റിന്റെ സ്വിച്ചുകള്, ഗ്രാബ് റെയിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ എന്താ നടക്കാനൊക്കെ പറ്റാത്തവർക്ക് എന്താ എക്സ്ട്രാ സപ്പോർട്ടിന് കൊടുക്കൂലേ, അത് സ്റ്റേബിൾ ബാലൻസ് ചെയ്യാൻ പറ്റാത്തവർക്കൊക്കെ നടക്കാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന കൈയൊക്കെ വെക്കുക, നമ്മുടെ സ്റ്റിക്ക്, വാക്കിംഗ് സ്റ്റിക്ക് പോലെ ഇല്ലേ, അതാണ് ഗ്രാബ് റെയിൽ എന്ന് പറഞ്ഞ സ്റ്റിക്ക്. പിന്നെ അടുത്തതാണ് ഇൻട്രാവീനസ് പോൾസ്. ഇൻട്രാവീനസ് പോൾസ് എന്ന് പറഞ്ഞാൽ IV പോൾ എന്താ, വോക്കർ ഇരുന്ന് പോകുന്നതല്ലേ, വോക്കർ പോലെ, അതായത് കൈ സപ്പോർട്ടിന് വേണ്ടി, തന്നെ നടക്കാൻ പറ്റാത്തവര് എക്സ്ട്രാ സപ്പോർട്ടിന് വേണ്ടി കയ്യിൽ പിടിക്കില്ലേ, കയ്യിൽ വെക്കില്ലേ, പിന്നെ അടുത്താണ് ഇൻട്രാവീനസ് പോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് IV പോൾ എന്ന് പറയും, അതായത് ഗ്ലൂക്കോസ് ഒക്കെ കയറ്റുന്ന സ്റ്റാൻഡ് ഇല്ലേ, അത് ഇൻട്രാവീനസ് പോൾസ്, ഗ്ലൂക്കോസ് കയറ്റുന്ന സ്റ്റാൻഡ്. ഡിസ്പെൻസേഴ്സ്, ആൽക്കഹോൾ ജെല്ല്, പേപ്പർ ടവൽ, സോപ്പ്, പിന്നെ അതുപോലെ ഡ്രസ്സിംഗ് ട്രോളി, കൗണ്ടറുകള്, ടേബിൾ ടോപ്പ്, ഇതെല്ലാം എന്താണ്, ആർ നോട്ട് ടു ബി കണ്ടാമിനേറ്റഡ്. ഇതൊക്കെ ടച്ച് സർഫസ് ആണ്, ഒരു ഹോസ്പിറ്റൽ റൂമിലെ ടച്ച് സർഫസുകളാണ് അല്ലെ. ഇതെല്ലാം കണ്ടാമിനേറ്റഡ് ആവാൻ സാധ്യതയുണ്ട്. ആർ നോട്ട് ടു ബി കണ്ടാമിനേറ്റഡ്. ഇൻഫെക്ഷൻ ഉള്ള ഒരാൾ വന്നു, ലൈറ്റ് ഇട്ടു, ലൈറ്റിന്റെ സ്വിച്ച്, അവിടെ മൈക്രോബ്സ് ഉണ്ടാവാം, നമ്മൾ അത് സ്വിച്ച് ഇടുമ്പോൾ നമ്മളിലേക്ക് വരാം. ഇതെല്ലാം എന്താണ് ഹോസ്പിറ്റൽ റൂമിൽ കാണപ്പെടുന്ന ഈ ടച്ച് സർഫസുകൾ, ഇതെല്ലാരും എന്താ കണ്ടാമിനേറ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട്. ടച്ച് സർഫസസ് ഇൻ ഹോസ്പിറ്റൽ റൂം ആക്ട് ആസ് എ സോഴ്സ്. അപ്പൊ ഈ ടച്ച് സർഫസ് എന്താണ്, ആക്ട് ആസ് എ ഒരു സോഴ്സ് ആയിട്ടോ റിസർവെയർ ആണ് ഫോർ ദ സ്പ്രെഡ് ഓഫ് ബാക്ടീരിയ ഫ്രം ദ ഹാൻഡ്സ് ഓഫ് ഹെൽത്ത് കെയർ വർക്കേഴ്സ് ടു ദ വിസിറ്റേഴ്സ് to patient, workers and visitors to the patient. അപ്പൊ ഈ ടച്ച് സർഫസുകളെല്ലാം ഒരു സോഴ്സ് ആണ്, ഇൻഫെക്ഷന്റെ ഒരു സോഴ്സ് ആണ്, അല്ലെങ്കിൽ റിസർവയർ സംഭരണമാണ്, അതേ ഇൻഫെക്ഷനുള്ള സാധ്യതയുള്ള കാര്യങ്ങളാണ് ഈ ടച്ച് സർഫസുകൾ. അപ്പൊ ബാക്ടീരിയ, മൈക്രോബ്സ് ഹെൽത്ത് വർക്കേഴ്സിന്റെയോ വിസിറ്റേഴ്സിന്റെയോ കയ്യിൽ നിന്നൊക്കെ പേഷ്യൻസിലേക്ക് വരാൻ സാധ്യതയുണ്ട്. Therefore, the spread of bacteria from the hands of healthcare workers and the visitors to the patients. Healthcare workers ഇന്റെയോ വിസിറ്റേഴ്സിന്റെയോ കയ്യിൽ നിന്നൊക്കെ പേഷ്യൻസിലേക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, കീപ് ദ സർഫസ് ഫ്രീ ഓഫ് മൈക്രോ ഓർഗാനിസംസ്. അതുകൊണ്ട് ആ സർഫസ്, ഹോസ്പിറ്റലിന്റെ റൂമിലെ ടച്ച് സർഫസുകൾ ഇതെല്ലാം എന്താക്കി വെക്കണം, മൈക്രോ ഓർഗാനിസംസ് ഫ്രീ ആക്കണം. സോ കീപ് ദ സർഫസസ് ഫ്രീ ഓഫ് മൈക്രോ ഓർഗാനിസംസ്. ഈ സർഫസ് എന്താക്കണം, മൈക്രോ ഓർഗാനിസംസ് ഫ്രീ ആക്കണം. സോ കീപ് ദ സർഫസസ് ഫ്രീ ഓഫ് മൈക്രോ ഓർഗാനിസംസ്. ഓക്കെ, അപ്പൊ നമ്മൾ ആ ടച്ച് സർഫസുകൾ അവിടെ കൊടുത്തേണ്ട്, അത് വേണമെങ്കിൽ നോക്കി വെച്ചോ കേട്ടോ. റൂമില് ബെഡ് റെയില്, കോൾ ബട്ടൺ, ടച്ച് പ്ലേറ്റ്, ചെയേഴ്സ്, ഡോർ ഹാൻഡിൽ, ലൈറ്റ് സ്വിച്ചുകള്, ഗ്രാബ് റെയില്, ഇൻട്രാവീനസ് പോൾസ്, ഡിസ്പെൻസേഴ്സ്, ആൽക്കഹോൾ ജെല്ല്, ബ്രാക്കറ്റിലുണ്ട്, പേപ്പർ ടവല്, സോപ്പ്, പിന്നെ അതുപോലെ ഡ്രസ്സിംഗ് ട്രോളി, കൗണ്ടർ, ടേബിൾ ടോപ്പ്, ഇതെല്ലാം ഹോസ്പിറ്റലിലെ ടച്ച് സർഫസുകളാണ്. ഇതെല്ലാം കണ്ടാമിനേറ്റഡ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഹോസ്പിറ്റലിലെ ടച്ച് സർഫസ് അതെന്ന് പറഞ്ഞാൽ ഒരു ഇൻഫെക്ഷന്റെ സോഴ്സ് അല്ലെങ്കിൽ റിസർവയർ ആണ്. For the spread of bacteria from the hands of healthcare workers and visitors to the patient. Healthcare workers ന്റെ വിസിറ്റേഴ്സിന്റെ കയ്യിൽ നിന്നൊക്കെ പേഷ്യൻസിലേക്ക് ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, കീപ് ദ സർഫസ് ഫ്രീ ഓഫ് മൈക്രോ ഓർഗാനിസംസ്. അതുകൊണ്ട് ഈ സർഫസുകള് നമ്മൾ മൈക്രോ ഓർഗാനിസംസ് ഫ്രീ ആക്കി വെക്കണം. ഓക്കെ, കാര്യങ്ങൾ ക്ലിയർ ആയോ? ഏഴെണ്ണം. ഇനി അടുത്തത് ഒരെണ്ണം കൂടി ഉള്ളു അവിടെ, ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയാണ്. ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള
കമ്മിറ്റി. പേരിൽ തന്നെ അറിയാം, നോസോകോമിയൽ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാനുള്ള കമ്മിറ്റിയാണ് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി എന്ന് പറയുന്നത്. അതിനകത്ത് ആരെല്ലാം ഇവിടെ ചോദിക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി. ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നവരാരെല്ലാം, ആ ടേബിളില്ലേ, ആ ടേബിൾ നോക്കി അതിനകത്ത് അവിടെ കൊടുത്തിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നവരാരില്ല, അത് എക്സാമിന് ചോദിക്കാം കേട്ടോ. അപ്പൊ അതൊന്ന് നോക്കി വെക്കണം. ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ ഉൾപ്പെടുന്നവരാര്? Okay, infection component of the patient safety program of the healthcare facility and is liable for establishing and maintaining infection prevention and control. It is monitoring, reporting, research and education. അതായത് ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലെ പേഷ്യൻസിന്റെ സുരക്ഷ ഉറപ്പുവരുത്തിക്കൊണ്ട്. എന്താണ് ഈ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുടെ പറയുന്നത്? പേഷ്യൻസിന്റെ സേഫ്റ്റി ആണ്. ഒരു പേഷ്യൻസിന്റെ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലെ ഹോസ്പിറ്റലിലെ പേഷ്യൻസിന്റെ സുരക്ഷ ഉറപ്പ് വരുത്തിക്കൊണ്ട് ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യുന്നതിനും ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യുന്നതിനും അത് നിരീക്ഷിക്കുന്നതിനും അത് റിപ്പോർട്ട് ചെയ്യുന്നതിനും അതിനെക്കുറിച്ച് റിസർച്ചുകൾ നടത്തുന്നതിനും എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിനും ഒക്കെ വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് ഇത് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി എന്ന് പറയുന്നത്. ഈസ് ലിയബിൾ എന്തിനുള്ള ബാധ്യതയുണ്ട്? എസ്റ്റാബ്ലിഷിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ്, സ്ഥാപിക്കുക, മെയിൻറ്റെയിനിങ് നിലനിർത്തുക, മെയിൻറ്റെയിൻ ചെയ്യുക, ഇൻഫെക്ഷൻ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ, ഇൻഫെക്ഷൻ പ്രിവെൻഷൻ, ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യുക, മോണിറ്റർ ചെയ്യുക, റിപ്പോർട്ട് ചെയ്യുക, റിസർച്ച്, അതിനെക്കുറിച്ച് റിസർച്ചുകൾ നടത്തുക, എഡ്യൂക്കേഷൻ, അതൊക്കെ സ്ഥാപിക്കാനും അത് നിലനിർത്താനും ബാധ്യതയുണ്ട്. ആർക്ക്? ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിക്ക്. ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിക്ക് ബാധ്യതയുണ്ട്. ഇതെല്ലാം എന്തിനു വേണ്ടിയാണ്? എന്തിനു വേണ്ടിയാ? പേഷ്യൻസിന്റെ സുരക്ഷ, ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലെ പേഷ്യൻസിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുള്ള പ്രോഗ്രാമുകൾ, സേഫ്റ്റി പ്രോഗ്രാം അത് നടപ്പിലാക്കുക. അപ്പോ ഇവിടെ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നവരാരല്ല? പേരുകൾ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ചെയർപേഴ്സൺ ഉണ്ട്, മെമ്പർ സെക്രട്ടറി ഉണ്ട്, മെമ്പേഴ്സ് ഉണ്ട്, റിലവന്റ് മെഡിക്കൽ ഫാക്കൽറ്റീസ് ഉണ്ട്, സപ്പോർട്ട് സർവീസസ് ഉണ്ട്, ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സ് ഉണ്ട്, ഇൻഫെക്ഷൻ കൺട്രോൾ ഓഫീസർ. പേര് മാത്രം നോക്കാം, ഡീറ്റെയിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ആരൊക്കെ ഉണ്ടെന്നുള്ളത് നോക്കി വെച്ചേ. ചെയർപേഴ്സൺ ഉണ്ട്, പിന്നെ ആരവിടെയുള്ള ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിലെ മെമ്പർ സെക്രട്ടറി ഉണ്ട്, പിന്നെ മെമ്പേഴ്സ് ഉണ്ട്, പിന്നെ റിലവന്റ് മെഡിക്കൽ ഫാക്കൽറ്റീസ് അതിനോട് ബന്ധപ്പെട്ട് വരുന്ന ആളുകള്, പിന്നെ സപ്പോർട്ട് സർവീസുകൾ ഉണ്ട്, ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യുന്ന ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സസ് ഉണ്ട്, ഇൻഫെക്ഷൻ കൺട്രോൾ ഓഫീസറും ഉണ്ട്. കമ്മിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നവർ മാത്രം നോക്കി വയ്ക്കുക. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ, ഇപ്പൊ ഒരു എക്സ്ട്രാ ക്ലാസ് എനിക്ക് കിട്ടിയതാണ്. നമുക്ക് ഓൾറെഡി ആഴ്ചയിൽ 3 ക്ലാസ് ഉണ്ടല്ലോ. എക്സ്ട്രാ നിങ്ങൾക്ക് ഇപ്പോ ഫസ്റ്റ് അവർ എനിക്ക് ഫ്രീ ആയിരുന്നു, അപ്പൊ അതുകൊണ്ട് ഞാൻ കയറിയതാണ്. നമുക്ക് അത്രയും പോർഷൻസ് തീർന്നാൽ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ എന്തെങ്കിലും റിവിഷൻ തരാലോ, ക്വസ്റ്റ്യൻ പേപ്പേഴ്സോ അല്ലെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസോ അങ്ങനത്തെ നമുക്ക് ഡിസ്കസ് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കയറിയതാണ് കേട്ടോ. പിന്നെ എങ്ങനെയുണ്ട് ക്ലാസ്സുകളൊക്കെ ഓക്കെയാണോ? നിങ്ങളോടൊന്നും സംസാരിക്കാറില്ല കേട്ടോ. വന്നു, നമ്മൾ ക്ലാസ് തുടങ്ങി, ആകെ ചോദിക്കുന്നത് ഓക്കെയാണോ മനസ്സിലാവുന്നുണ്ടോ എന്നൊരു ചോദ്യം മാത്രമേ ഉള്ളൂ. ടീച്ചർ നിങ്ങളെ ആരെയും അറിയില്ല, ഇവിടെ നിങ്ങളുടെ സംസാരില്ല, ഉള്ളി മെസ്സേജ് മാത്രമേ ഉള്ളൂ. അതും ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടേ നമ്മൾ പറയുന്നുള്ളൂ. അല്ലാതെ വേറെ ഒന്നും ഞാൻ ആരെയും കാണുന്നില്ല. നിങ്ങൾ എന്നെ കാണുന്നുണ്ട്, ഞാൻ ആരെയും കാണുന്നില്ല. പിന്നെ നമുക്ക് ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ സമയമൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് വിശേഷങ്ങൾ ചോദിക്കേണ്ട. കഴിഞ്ഞാല് പിന്നെ നമ്മൾ ഫ്രീ ആയല്ലോ. ഇനി കുറച്ചുള്ളൂ നമുക്ക് ഈ മൊഡ്യൂളില്. ഈ അടുത്തൊരു ചാപ്റ്റർ ആംബുലൻസ് സർവീസ് ആണ്. ഇത് സിമ്പിൾ ആണ്, സൂപ്പർ ചാപ്റ്റർ ആണ്. നല്ല സിമ്പിൾ ആയിട്ട് കേട്ടിരിക്കാൻ നല്ലൊരു ചാപ്റ്റർ ആണത്. പിന്നെ അത് മറ്റുള്ള ടീച്ചേഴ്സ് ഒക്കെ എത്ര എത്തിയെന്ന് അറിയില്ല, നോക്കട്ടെ. ചാപ്റ്റർ കഴിഞ്ഞ ഒരു ആംബുലൻസ് സർവീസും ആണ്. പിന്നെ ഈ പറഞ്ഞ ആർക്കൈപ്പിൽ അവിടെ തീരാനുണ്ടെങ്കിൽ അതും കൂടി ചെയ്തെടുക്കും. പിന്നെ വേറെ എന്താണ്, എല്ലാവർക്കും സുഖമായിട്ടൊക്കെ ഇരിക്കണം എല്ലാവരും. ക്ലാസ്സൊക്കെ ഫസ്റ്റും സെക്കൻഡ് മൊഡ്യൂളും കൂടി ഒരുമിച്ചായിരിക്കും എക്സാം കേട്ടോ. ഫസ്റ്റ് മൊഡ്യൂളും സെക്കൻഡ് മൊഡ്യൂളും കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും എക്സാം വരും. അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഇവിടുന്ന് കറക്റ്റ് ആയിട്ട് ഇട്ട് തരും. പിന്നെ എല്ലാവരും സെക്കൻഡ് മൊഡ്യൂളിലാണോ ഒന്നുമില്ല എടുക്കുന്നത്. എല്ലാവരും സെക്കൻഡ് മൊഡ്യൂളിൽ ലാസ്റ്റ് സെക്ഷനൊക്കെ ആയിരിക്കും.
എനിക്കറിയില്ല, ഞാൻ ചോദിച്ചില്ല. എക്സാമിന്റെ ഡീറ്റെയിൽസ് എല്ലാവരും നിങ്ങളുടെ ക്ലാസ് റൂമിലേക്ക് കറക്റ്റ് ആയിട്ട് ഇൻഫർമേഷൻ തരും കേട്ടോ. ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂൾ കഴിയുമ്പോൾ തന്നെ ചിലപ്പോ ഗ്യാപ്പ് ഉണ്ടാവും, എങ്ങനെയാണെന്ന് അറിയില്ല. ഇവിടുന്ന് ടൈം ടേബിൾ ഇട്ട് തരും. എല്ലാ എക്സാമിന്റെ മുന്നേ തരുമല്ലോ. 100 മാർക്ക് ആയിരിക്കും കേട്ടോ. 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക്. ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളിൽ എല്ലാ ചാപ്റ്റേഴ്സും ഒരുമിച്ചാണ് എക്സാം. എല്ലാ ചാപ്റ്റേഴ്സിനെ കവർ ചെയ്തിട്ട് എക്സാമിനുള്ള ഡീറ്റെയിൽസ് കോൺവെക്കേഷന് വരുമ്പോ കാണാൻ മിസ് ചെയ്ത കിട്ടിയിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഞാൻ ചോദിക്കും ചിലരുടെ ക്ലാസ്സിൽ കഴിയാറപ്പ ഇപ്പൊ ആരും കാണണമല്ലോ പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് അറിയാൻ പറ്റില്ല കേട്ടോ. നിങ്ങളുടെ ഇപ്പൊ കോൺവെക്കേഷൻ ഒക്കെ വരുമ്പോൾ ഇങ്ങോട്ട് വന്ന് പറ്റിയാൽ അറിയാൻ പറ്റുള്ളൂ. പക്ഷെ പേര് നമുക്കറിയാം. എക്സാമിന്റെ ഡീറ്റെയിൽസ് ഒന്നും ഞങ്ങൾക്ക് പറയാനായിട്ട് മോളിൽ നിന്ന് ഓർഡർ ഇല്ല. ഉള്ളി വരിക, ക്ലാസ് എടുക്കുക, ക്ലാസ്സിനെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ക്ലാസ്സിൽ തീർക്കാനുള്ള ഒരു പെർമിഷനെ ഞങ്ങൾക്ക് മോളിൽ നിന്നുള്ളൂ. എക്സാമിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ടെക്നിക്കൽ സെക്ഷനിൽ നിന്ന് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഇട്ട് തരും. പിന്നെ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ ഒന്ന് കോൺടാക്ട് ചെയ്യാം. ഇനിയിപ്പോ എക്സാം ആയിട്ടില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ. ഇതിന്റെ ഏകദേശം ഓൾമോസ്റ്റ് 2ാമത്തെ മൊഡ്യൂളിലല്ല എല്ലാവരും നിൽക്കുന്നത്. ആയിട്ടില്ല. നിങ്ങളുടെ അതിന്റെ ടൈമിന് മുന്നേ നിങ്ങൾക്ക് ഇട്ട് തരും. കോൺവെക്കേഷന് വരുമ്പോ ഈ പറഞ്ഞ പോലെ കാണാട്ടോ, വന്നവരൊക്കെ വന്ന് സംസാരിക്കണോട്ടോ, എന്നാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പിന്നെ ചിലര് അറിയാൻ മിസ് ചെയ്ത് സ്ക്രീനിൽ കാണുന്നതിലോ ഒന്നും അല്ലാട്ടോ നേരിട്ട് വരുന്നത്. ഇവിടെ ഞങ്ങളെയൊക്കെ ചിലപ്പോ ഈ നെറ്റിന്റെ പ്രശ്നം അതൊക്കെ കാരണം ചിലപ്പോ ക്ലിയർ ആവുക എങ്ങനെയാണോന്നും നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ ചിലപ്പോ നിങ്ങൾക്ക് തന്നെ ഞങ്ങളെ തിരിച്ചറിയാൻ പറ്റുമെന്നാണോ അവിടെ വരുമ്പോ. എന്നാലും നിങ്ങള് ജസ്റ്റ് വന്ന് നിങ്ങൾക്ക് അറിയാലോ സംസാരിക്കാം. അപ്പൊ നമുക്ക് കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയാം. ഇനി ഇതുപോലെ ഇടയ്ക്ക് ക്ലാസ് ഒക്കെ കിട്ടുവാണെങ്കിൽ ഇടയ്ക്കൊക്കെ വരാം. അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം. ആരെയും കാണുന്നില്ല, ഇതായി ഒരു ചെറിയ ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് മാം ആരാന്ന് വെച്ചാൽ ഇപ്പൊ ജോയിൻ ചെയ്തു കേട്ടോ. ഇപ്പൊ അടുത്ത ക്ലാസ് ഉണ്ട്, നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് കയറട്ടെ. ഓക്കെ, എന്നാ ഞാൻ ക്ലാസ് വൈകിട്ട് ചെയ്യാണ്. ഇത്ര കുറച്ച് എടുത്തുള്ളൂ, അത് ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചത് കേട്ടോ.